ഈ ലോകത്ത് ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ സാന്നിധ്യമാണ്. കുടുക്ക പൊട്ടിച്ച പൈസയുമായിട്ട് അപ്പൻ്റെ അടുത്ത് എന്നിട്ട് മകൻ പറയാണ്, അപ്പ ഇത് അപ്പൻ്റെ ഒരു ദിവസത്തെ ശമ്പളം, ഇന്ന് എൻ്റെ കൂടെ ഇരിക്കാവും. പരിശുദ്ധ അമ്മ ഇപ്രകാരം വെളിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ 8ാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഏകാംഗ തടവുകാരനായിട്ട് എൻ്റെ മകൻ സക്രാരിയിൽ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ആരും അവൻ്റെ അടുത്ത് വരുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തില് ഈശോ പറയാണ്, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നുള്ളത്. ഈ മർത്തായ മറിയം നമുക്കൊരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ അടുത്തിരിക്കാനായിട്ട്, ഈശോയ്ക്ക് വേണ്ടിയിട്ട് എത്ര സമയം എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഈശോ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മുടെ സാന്നിധ്യം. ഇൻസേനു ജേസു എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരു വൈദികൻ്റെ ഡയറി കുറിപ്പ്, അവിടെ ഒരു വൈദികനോട് ഈശോ സംസാരിക്കുമ്പോൾ കൂടുതലായിട്ടും ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അടുക്കൽ നീ വന്നിരിക്കുക. എൻ്റെ അടുക്കൽ വരാതെ എങ്ങനെയാണ് നിന്നെ ഞാൻ അനുഗ്രഹിക്കുക എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഈ 24 മണിക്കൂറിൽ എത്ര സമയം ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്നുണ്ട്, എത്ര സമയം ഈശോയുടെ അടുത്ത് ഇരിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട്, ഈശോയോടൊന്ന് സംസാരിക്കാനായിട്ടൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി എത്രമാത്രം എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് സക്രാരിയിൽ നമ്മെ നോക്കിയിരിക്കുന്ന ഒരു ഈശോ അവിടെ ഉണ്ട് എന്ന് നീ മറക്കരുത്.